മനസ്സിൻ്റെ സ്വപ്നതര സഞ്ചാരങ്ങൾ ഭാഗം 2. ഉറങ്ങുന്ന ഒരാൾ സ്വപ്നം കാണുന്നത് തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തതും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുമായ മറ്റൊരു മനുഷ്യനെയോ ജീവിയെയോ അനുഭവത്തെയോ ഒക്കെ ആയിരിക്കാം. ഇത് ഏതെങ്കിലും കാലത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ച് ജീവിതാനുഭവമായി തീർന്നിട്ടുള്ളതോ സംഭവത്തിൻ്റെ നടുക്കുന്ന അനുഭവത്തെ മറ്റൊന്നായി കാണാനുള്ള മനസ്സിൻ്റെ ശ്രമമോ പുതിയതിനെ തേടലോ ഒക്കെ ആയിരിക്കാവുന്നതാണ്. സ്വപ്നത്തിലെ അപരിചിതമായ ചില മുഖങ്ങൾ എന്നത് താൻ തന്നെ മുജ്ജന്മങ്ങളിൽ ജീവിച്ചിരുന്നപ്പോഴത്തെ രൂപങ്ങളും ആയിരിക്കാവുന്നതാണ്. കൂടാതെ യഥാർത്ഥമായ അനുഭവം നടന്ന കാലത്തെ തന്നോടൊപ്പമുള്ള പങ്കുകാരെയും മറ്റും ഈ വിധത്തിൽ ജീവൻ തിരിച്ചറിയുന്നതുമായിരിക്കാം. മനസ്സ് പ്രപഞ്ചത്തിൻ്റെ വികേന്ദ്രീകൃത ഭാവങ്ങളെ ഉൾക്കൊണ്ടു നിൽക്കുന്നുവെങ്കിൽ പ്രപഞ്ചമായി പ്രവർത്തിച്ച് നിലകൊള്ളുന്ന വികേന്ദ്രീകൃത ഭാവങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന കേന്ദ്രീകൃതമായ ആകർഷണ സ്വഭാവത്തെ പ്രതിനിധാനം ചെയ്ത് ജീവൻ ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ള പ്രവർത്തന സൂക്ഷ്മ ശേഷിയായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ശരീരം എന്ന കേന്ദ്രീകൃതമായ രൂപത്തിൽ ജീവൻ നിലകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്നത് പ്രപഞ്ചത്തിൽ ജ്യോതിർരൂപങ്ങൾ പ്രത്യക്ഷമായി അഖണ്ഡതയോടെ നിലകൊണ്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രീകൃതമായ ആകർഷണ ശക്തിയുടെ തനത് സ്വഭാവമായി ജീവനിൽ സംഭവിച്ചതുമാണ്. ആകർഷണശേഷി എന്ന കേന്ദ്രീകൃതമായ സൂക്ഷ്മോർജ വൈഭവം പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മവിശേഷങ്ങളെ അതിനോട് ചേർത്ത് നിർത്തുന്ന പ്രവർത്തനത്തിൻ്റെ തനി ആവർത്തനമാണ് ജീവന്റെ വികേന്ദ്രീകൃത പ്രവർത്തനമായ മനസ്സ് എങ്ങും സഞ്ചരിച്ച് എന്തും ജീവനിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമാക്കുന്ന പ്രക്രിയയിലൂടെ സംഭവിക്കുന്നത്. ജീവൻ പ്രകൃതി വിശേഷങ്ങളുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ തനത് സ്വഭാവത്തിൽ ആയിരിക്കുന്നത് കൊണ്ടുതന്നെ ജീവൻ എന്ന ഊർജ വൈവിധ്യ സംഗമ വൈഭവത്തിൻ്റെ വികേന്ദ്രീകൃതാവസ്ഥയായി മനസ്സിന് എല്ലായിടത്തും വ്യാപിച്ച് പ്രവർത്തിക്കുന്നതിന് സാധ്യവുമാകുന്നു. ജീവനും മനസ്സും എന്ന പ്രവർത്തനം താരതമ്യത്തിൽ സൂര്യഗോളം എന്ന കേന്ദ്രീകൃതമായ രൂപാവസ്ഥയും അതിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ വികേന്ദ്രീകൃത പ്രവർത്തന രീതിയും എന്നതുപോലെയും പ്രാപഞ്ചികമായി സംഭവിക്കുന്ന ആ പ്രക്രിയയുടെ വികസിതമായ സൂക്ഷ്മഭാവം തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലും സൂര്യനിലും ഇതര നക്ഷത്രങ്ങളിലുമൊക്കെ സംജാതമാവുന്ന പ്രകാശം, ചൂട് തുടങ്ങിയ ഊർജവിശേഷങ്ങൾക്ക് ബഹിർഗമന സ്വഭാവത്തിലല്ലാതെ പ്രവർത്തിക്കുവാൻ സാധ്യമാകുന്നില്ല. പ്രകാശവും താപവുമായി ജ്യോതിർരൂപങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ഊർജത്തിൻ്റെ ബഹിർഗമനം പോലെ തന്നെ ജീവശരീരത്തിൽ നിക്ഷിപ്തമാവുന്ന ഊർജവും ബഹിർഗമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതായത് പ്രകാശം, താപം എന്നീ അവസ്ഥകളിലുള്ള ഊർജം ശരീരത്തിൽ സ്ഥിരമായി നിൽക്കുന്നതാകുന്നുമില്ല. ഊർജ ബഹിർഗമന സ്വഭാവമുള്ള ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സൂക്ഷ്മാവസ്ഥയായ ജീവനിൽ വന്നുപെടുന്ന പ്രപഞ്ചവിശേഷങ്ങളായും അവയുടെ സംഗമമായുമിരിക്കുന്ന മനസ്സിനും വികേന്ദ്രീകൃതമാവാതെ പ്രവർത്തിക്കാൻ കഴിയുന്നതേയില്ല. ഗ്രാവിറ്റി നിമിത്തം സംഭവിക്കുന്ന കേന്ദ്രീകൃത രൂപത്തിൽ നിന്ന് ബഹിർഗമിക്കപ്പെടുന്നതും ഒപ്പം കേന്ദ്രീകൃത രൂപത്താൽ നിയന്ത്രിക്കപ്പെടുന്നതും നിമിത്തം മനസ്സ് ബഹിർഗമന സ്വഭാവത്തിനൊപ്പം തന്നെ ആഗിരണ സ്വഭാവവും പേറുന്നതായി തീരുന്നു. ബഹിർഗമനവും ആഗിരണവുമായ ഗുണങ്ങൾ ഒരേപോലെ പേറുന്നതിനാൽ ജീവനും മനസ്സിനും കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒരേപോലെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ബഹിർഗമന സ്വഭാവം പേറി ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന മനസ്സ് സഞ്ചാരപാതയിൽ കണ്ടെത്തുന്ന സൂക്ഷ്മാവസ്ഥയിലുള്ള മറ്റു ജീവനുകളെയും മനസ്സുകളെയും അവയുടെ അവസ്ഥകളെയും സ്വഭാവവിശേഷങ്ങളെയും കൗതുകത്തോടെ നോക്കിക്കണ്ട് അവയിലേക്ക് പകർന്നു കൊടുക്കുകയും അവയിൽ നിന്ന് പകർന്നെടുക്കുകയും ചെയ്യുന്നു. ആഗിരണവും ബഹിർഗമനവുമായി പ്രവർത്തിക്കുന്ന ജീവനും മനസ്സും സ്ഥൂലാവസ്ഥയിലും നിദ്രയിലും സൂക്ഷ്മാവസ്ഥയിലും മറ്റു ജീവനുകളും മനസ്സുകളുമായി ബന്ധപ്പെട്ട് സ്വാധീനമായി നിൽക്കുന്നതും
അവയുടെയെല്ലാം സ്വാധീനം പേറുന്നതുമാവുന്നു. ജീവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയെന്ന വർത്തമാനകാലത്തിലൂടെ മനസ്സ് സഞ്ചരിച്ച് കാണുന്ന സ്വപ്നതരമായ കാഴ്ചകൾ അഥവാ സങ്കല്പങ്ങൾ യഥാർത്ഥ ജീവിതാനുഭവമായി വരുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നു. യഥാർത്ഥ ജീവിതമായി അനുഭവത്തിൽ വരുന്ന സ്വപ്നതരമായ കാഴ്ചകൾ എന്നത് മുൻകാലങ്ങളിലും ജന്മങ്ങളിലുമായി ആ ജീവൻ കടന്നുപോയ വഴിയെ സമ്പാദിച്ച അറിവുകളും അനുഭവങ്ങളും തിരിച്ചറിയുന്ന ജീവന്റെ തന്നെ നിഗമനങ്ങളും പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയും സ്ഥൂലവും സൂക്ഷ്മവുമായ മറ്റ് ജീവനുകളുടെയും മനസ്സുകളുടെയും സ്വാധീനം ഒത്തുവരുന്ന അവസ്ഥയും ആകുന്നു. തനിക്കു തന്നെയോ ഏറ്റവും വേണ്ടപ്പെട്ടതെന്നോ അടുപ്പമുള്ളതെന്നോ ഒക്കെ പറയാവുന്ന ഒരാൾക്കോ ഗുണമോ ദോഷമോ ആയ അനുഭവങ്ങൾ സംഭവിക്കുന്നതായി സ്വപ്നം കാണുകയും അത് ഫലവത്തായി തീരുകയും ചെയ്യുന്നതിൽ നിന്ന് ആ രണ്ട് ജീവനുകൾ തമ്മിൽ വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരു പൂർവജന്മബന്ധം ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. ഏറെ അടുത്തുള്ള ബന്ധത്തിൽ നിന്ന് ഒരാളിൻ്റെ പ്രവർത്തനഗതിയും അനുഭവവും മനസ്സിലാക്കാൻ സാധിക്കുക സ്വാഭാവികമായും എളുപ്പമാണ്. ഭാവികാലം എന്നത് ഭൂത വർത്തമാനകാല പ്രവർത്തനങ്ങളുടെ ഫലമോ പരിണതിയോ എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നേയില്ല. ഭാവികാലം എന്നത് ഭൂത വർത്തമാനകാലങ്ങളുടെ ഫലമോ പരിണതിയോ ആവുന്നതുകൊണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിൽ പ്രവർത്തിച്ചതും ലക്ഷ്യം വെച്ചതുമായ എന്തൊക്കെയുണ്ടോ അതിൻ്റെയെല്ലാം ഫലമായി സംഭവിക്കുന്ന ഭാവിയെക്കുറിച്ചറിയാൻ മനസ്സിന് മിക്കപ്പോഴും സാധിക്കുക തന്നെ ചെയ്യുന്നു. സ്വപ്നമായി അനുഭവപ്പെടുന്നതും വിചാരവികാരങ്ങളായി സംഭവിക്കുന്നതും മനസ്സിൻ്റെ പ്രവർത്തനത്തിൽ ഒന്നു തന്നെ ആയതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ സങ്കല്പിച്ചെടുക്കാൻ കഴിയുന്ന ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചകളിൽ ചിലത് ഇച്ഛയ്ക്കൊത്ത് സംഭവിക്കാതിരിക്കുന്നില്ല. ഉണർന്നിരിക്കുമ്പോൾ സങ്കല്പിച്ചെടുക്കാൻ കഴിയുന്ന ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചകളിൽ ചിലത് ഇച്ഛയ്ക്കൊത്ത് സംഭവിക്കുന്നത് പോലെ തന്നെയാണ് സ്വപ്നം നിമിത്തമുണ്ടാവുന്ന ജീവന്റെ അറിവുകൾ ഭാവിയിൽ അനുഭവമായി വരുന്നതും. ജീവൻ ശരീരം കൊണ്ട് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഉറങ്ങുന്ന അവസ്ഥയിൽ മനസ്സ് അതിന് തോന്നുന്ന മാർഗങ്ങളിലൂടെയും സാധ്യമായ ഇടങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ബോധമനസ്സ് എന്ന പ്രവർത്തനനിരതമായ ഉണർന്നിരിക്കൽ ഇല്ലാത്തതിനാൽ ജീവന്റെ ഈ സഞ്ചാരത്തിന് മിക്കവാറും ഓർമ്മ എന്ന ഒരു നിക്ഷേപമായി വരാൻ കഴിയുന്നില്ല. അതായത് അനുഭവങ്ങളും ഇടപെടലുകളും ഓർമ്മയായി ജീവനിൽ നിക്ഷിപ്തമാവുന്നത് ബോധമനസ്സിൻ്റെ ഇടപെടലിലൂടെ ആയതുകൊണ്ട് ഉറക്കത്തിൽ സംഭവിക്കുന്ന മനസ്സിൻ്റെ യാത്രയിലെ സ്വപ്നങ്ങൾ എന്ന കാഴ്ചകളെ ജീവന്റെ അനുഭവം എന്ന നിക്ഷേപത്തിൽ നിന്ന് കണ്ടെടുക്കാൻ അഥവാ ഓർമ്മിച്ചെടുക്കാൻ ബോധമനസ്സിന് കഴിയാത്തതായി വരികയും ചെയ്യുന്നു. മനസ്സ് എന്ന അത്യതീവ സൂക്ഷ്മത ഉൽപ്പത്തിയാവുന്നതും വളർച്ചാവികാസങ്ങൾ സംഭവിക്കുന്നതും തന്നെ ജീവന്റെ ഉൽപ്പത്തി നിമിത്തവും പ്രവൃത്തി നിമിത്തവും ആയതുകൊണ്ട് മനസ്സിന് ജീവനെ ആശ്രയിച്ചല്ലാതെ ഒരു പ്രവർത്തനശേഷി അസാധ്യമായിരിക്കുന്നു. ഇവിടെ വേർതിരിച്ച് നോക്കുമ്പോൾ മനസ്സ് എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതും പ്രസക്തമായതും കേന്ദ്രശേഷി ആയിരിക്കുന്നതും ജീവൻ തന്നെയാണ് എന്ന് കാണാനുമാവുന്നു. സമയം എന്ന സങ്കല്പത്തെ അളക്കുന്ന കണക്കുകൾ കൊണ്ട് വരുതിയിലാക്കാനാവാത്ത സഞ്ചാരവേഗതയുള്ള മനസ്സ് ജീവൻ കടന്നു പോന്നതും അനുഭവിച്ചതും അതൊക്കെ മുഖാന്തരമായി ജീവനിൽ നിക്ഷിപ്തവുമായിരിക്കുന്ന അറിവിനൊത്ത് ഓർമ്മയായും ദയയായും ഭയമായും ധൈര്യമായും അഹങ്കാരമായും ശക്തിയായും നന്മയായുമൊക്കെ ഭാവവൈവിധ്യങ്ങളായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. അനേക ജന്മങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ ജീവൻ കടന്നു പോന്ന വഴിയിലെ കാഴ്ചകളും അനുഭവങ്ങളും എന്ന അറിവ് ഓർമ്മയായി ജീവനിൽ നിലകൊള്ളുന്നു.